ഇന്ന് രാവിലെ നല്ല മഴയാണെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എന്തായാലും പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി എന്താ പറയുക, നമ്മൾ കൃഷി എന്ന് പറയാൻ മാത്രമൊന്നുമില്ലെങ്കിലും ചേമ്പ് അതുപോലുള്ള സംഗതികളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഈ ചേമ്പ് അതുപോലെ പപ്പായ ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു പപ്പായയും ശേഷം ഒരു ചേമ്പിൻ്റെ തണ്ടും പിന്നെ ആദ്യം എടുത്തു വച്ചിട്ടുള്ള എന്താ പറയുക ഈ ചേമ്പിൻ്റെ വിത്ത് കിഴങ്ങ് അതുകൂടി എടുത്തിട്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിന് ഉച്ചക്കേക്കാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. ഇത് വൈകുന്നേരമാണ് ഞാനിത് ഇതിൻ്റെ വോയിസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതുപോലെ ഈ സെൻറ്ററിൽ നിന്ന് കിട്ടിയ ഒരു ഇലയാണിത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കിഴങ്ങും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിലിടേണ്ടത് ഇതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെയാണ് കേട്ടോ. അതിന് ശേഷമാണ് വിത്തിട്ടത്. പിന്നെ ഇതാ ഒരു പപ്പായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കുക. 3 വിസിൽ വരുത്തിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ വരുത്തിയെടുക്കാം നമുക്ക്. നമ്മളിത് അടുപ്പിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ കുറേ സമയത്ത് ഇടുമല്ലോ. ഇങ്ങനെ വിസിൽ വരുത്തിയെടുക്കുകയാണെങ്കിൽ 3 വിസിൽ വരുത്തിയതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ കുറച്ച് നേരം വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് പിന്നെ അത് അതിലേക്കുള്ള ഒരു അരപ്പാണ് ഇത്. ഒരു 1/4 ഭാഗം തേങ്ങൻ്റെ ചിരവെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞളും അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി 2 വെളുത്തുള്ളിൻ്റെ അല്ലി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. വലിയ തരിയൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. നല്ല ടേസ്റ്റുള്ള സംഭവമാണിത്. അപ്പോൾ ഇത് എന്താ പറയുക ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിൻ്റെ ശേഷം മാത്രം തുറന്ന് നോക്കുക. എന്നിട്ട് ഇതാ അരപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ വേറെ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ഉപ്പ് തന്നെ നല്ല പാകമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. ചില മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഈ പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയും. പുതുതലമുറക്ക് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിക്കോട്ടെ അല്ലേ, ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങയിൽ ചീനാമുളകോ പച്ചമുളകോ ഒക്കെ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പടപെടാന്നുള്ള ശബ്ദം കേൾക്കണില്ലേ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സംഭവം. അപ്പോൾ അതിലേക്ക് ഇതാ ഒരു ചീനാമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് എന്താ ഭയങ്കര ടേസ്റ്റ് നല്ലൊരു കോമ്പിനേഷനാണ് മുളകിട്ടത്. ഇത് നല്ല അയിലക്കുഞ്ഞൻ മുളകിട്ടതാട്ടാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബായ്.